Hi friends, ഞാൻ ഷാജഹാൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവരുടെ കയ്യിലും വലിയ ഫോണാണെങ്കിലും നല്ല സ്റ്റോറേജും റാമും റോമും നല്ല പ്രോസസ്സറും ഒക്കെയുള്ള ഫോണാണെങ്കിലും ചിലരുടെ ഫോൺ ഹാങ് ആവാറുണ്ട്. അതിൻ്റെ കാരണം ചെറിയൊരു കാരണം വിവരിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മളുടെ ഫോണിൽ എത്ര സ്റ്റോറേജ് ആണെങ്കിലും ഒരു 16 GB ആവട്ടെ 32 GB ആവട്ടെ ഇനി 128 256 GB വരെ റോമുള്ള ഫോണാണെങ്കിലും നമ്മളുടെ സ്റ്റോറേജ് നമ്മൾ ശ്രദ്ധിക്കണം. സ്റ്റോറേജ് ഫുള്ളാവുന്നിടത്തോളം നമ്മളുടെ ഫോണിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ സ്റ്റോറേജ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. പിന്നെ നമ്മളുടെ ആപ്ലിക്കേഷൻ മാനേജ്മെൻറ്റിൽ ചെന്നാൽ നമ്മളുടെ എല്ലാ ആപ്ലിക്കേഷൻ്റെയും ഡീറ്റെയിൽസ് അതിൽ കാണാൻ കഴിയും. അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻസ് എടുത്തിട്ട് നോക്കുക, അതിൽ ഡാറ്റ എത്രമാത്രം കയറിയിട്ടുണ്ട്. ചില ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും എന്താണ് ഈ ഒരു ആപ്ലിക്കേഷന് ഇത്ര ഹാങ് എന്നുള്ള കാര്യം. ചിലപ്പോൾ ചില ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഫോണിൻ്റെ സിസ്റ്റം OSനോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചില ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റക്ക് പോലെയോ അല്ലെങ്കിൽ ഹാക്ക് പോലെയോ ഒക്കെ തോന്നാം. അത് എന്തുകൊണ്ടാണെന്ന് നമ്മളുടെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇതിനായി ഞാൻ ആദ്യം ഫോണിലെ സെറ്റിങ്സ് ഓൺ ചെയ്യുകയാണ്. സെറ്റിങ്സ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ എവിടെയാണ് സ്റ്റോറേജ് ഉള്ളത് അവിടെ ചെന്ന് സ്റ്റോറേജ് ഓൺ ചെയ്യുക. ഇതിലിപ്പോൾ അഡീഷണൽ സെറ്റിങ്സ്, അതിൽ സ്റ്റോറേജ് എന്നുള്ള ഭാഗമാണ്. ഇവിടെ മുകളിലായിട്ട് സ്റ്റോറേജ്, അതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ ഭാഗവും കാൽക്കുലേറ്റ് ആയിട്ട് നമുക്കിതിൽ കാണാൻ കഴിയും. പിക്ചേഴ്സ്, വീഡിയോ, ഓഡിയോ, ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാത്തിനും കാൽക്കുലേറ്റ് ആയിട്ട് എത്ര GB വരെ ഇതിനായിട്ട് നമുക്ക് ചിലവായിട്ടുണ്ടെന്ന് ഓരോന്നും കാൽക്കുലേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിലിപ്പോൾ വീഡിയോ ഞാൻ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ വലത് ഭാഗത്തായി മുകളിലായിട്ട് 2 ഡോട്ട് കാണാം നിങ്ങൾക്ക്. അതിൽ സെലക്ട് ചെയ്ത് ഷോർട്ട് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് ഇതിൽ ബൈ സൈസ് മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ വലിയ വീഡിയോസ് മുകളിലേക്ക് കയറി വരും. എന്നിട്ട് നിങ്ങൾക്ക് ഈ വലിയ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. വലിയ വീഡിയോസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും GB നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് സ്റ്റോറേജിൽ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടാത്ത എന്തെങ്കിലും വലിയ വീഡിയോസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ ഫോട്ടോ ഉണ്ട്, അതുപോലെ ആപ്ലിക്കേഷൻസിലൊക്കെ കൂടുതലായിട്ട് GB പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ഫോണിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് കിടക്കുന്നുണ്ടോ, അതിന് എത്രമാത്രം GB പോയിട്ടുണ്ടെന്നെല്ലാം ഇവിടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ആപ്ലിക്കേഷൻ മാനേജ്മെൻറ്റ്. ചില സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം, ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇതുവരെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങളുടെ ആ ഒരു പ്രശ്നം ശരിയാവുന്നതാണ്. അതിനായിട്ട് നമ്മൾ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്ത് നമ്മളുടെ ആപ്ലിക്കേഷൻ മാനേജ്മെൻറ്റ്, ചില ഫോണുകളിൽ ഇത് ആപ്ലിക്കേഷൻ മാനേജർ എന്നാണ് കാണിക്കുന്നത്, അത് ഓൺ ചെയ്യുക. എന്നിട്ട് മുകളിൽ ആപ്ലിക്കേഷൻ ലിസ്റ്റ് എന്നുണ്ടാവും, അത് ഓൺ ചെയ്യുക. എന്നിട്ട് നമ്മളുടെ എല്ലാ ആപ്ലിക്കേഷൻസും ഇതിൽ കാണാവുന്നതാണ്. ഇതിലെല്ലാ ആപ്ലിക്കേഷൻസും ഉണ്ട്. ഇതിൽ ഞാൻ ക്രോം എടുക്കുകയാണ്. എന്നിട്ട് സ്റ്റോറേജ് യൂസേജ്, ഇപ്പോൾ ഇതിൽ കേസ് ആയിട്ടുള്ള ഫയൽ 23.95, അത് നമുക്ക് ക്ലിയർ കേസ് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇതിൽ ഡാറ്റയുണ്ട്. ഡാറ്റ കൂടുതലായിട്ടൊന്നുമില്ല. ഡാറ്റ 29 അല്ലെങ്കിൽ 100 MBക്ക് മുകളിലൊക്കെ ഡാറ്റ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ഡാറ്റ കൊടുക്കുക. ക്ലിയർ ഡാറ്റ കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സോഫ്റ്റ്വെയർ ആദ്യമായിട്ട് എങ്ങനെയാണ് ഓണാവുക അങ്ങനെയാണ് പിന്നെ ഓണായിട്ട് വരിക. നമ്മൾ അക്കൗണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ക്ലിയർ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ക്ലിയർ ഡാറ്റ കൊടുക്കേണ്ട അത്യാവശ്യമുള്ള സോഫ്റ്റ്വെയറിനൊക്കെ ക്ലിയർ ഡാറ്റ കൊടുത്തിടുക. ഏത് ആപ്ലിക്കേഷനാണെങ്കിലും ഇപ്പോൾ ചിലവർക്ക് വാട്സപ്പ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും പ്രശ്നം. അപ്പോൾ വാട്സപ്പ് ഓൺ ചെയ്യുക. വാട്സപ്പിൽ സ്റ്റോറേജ് യൂസേജ്, അതിലൊക്കെ എത്രമാത്രം ക്ലിയർ കേച്ച് ചെയ്യാണ്ട് നമ്മളുടെ ഹിസ്റ്ററി എത്രമാത്രം ഡിലീറ്റ് ചെയ്യാണ്ടെന്ന് നോക്കുക. ക്ലിയർ കേച്ച് അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ
സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കേച്ച് ഡിലീറ്റ് ചെയ്യേണ്ട ക്ലിയർ കേച്ച് ഹിസ്റ്ററി കേച്ച് നമ്മളുടെ ഫോണിൽ കൂടും. അത് കാരണത്താലും ചില സോഫ്റ്റ്വെയറുകൾ ഹാങ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഇതുപോലെ നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ഓൺ ചെയ്താലും അതുപോലെ ക്ലിയർ കേച്ച് ചെയ്യാനും ക്ലിയർ ഡാറ്റ ചെയ്യാനും എല്ലാത്തിനുള്ള ഓപ്ഷൻസ് എല്ലാ സോഫ്റ്റ്വെയർ ഓൺ ചെയ്യുമ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ആ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ക്ലിയർ കേച്ച് അല്ലെങ്കിൽ ക്ലിയർ ഡാറ്റ ചെയ്യുക. അതിനുശേഷം നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും ഉണ്ടാവുക. ഫ്രണ്ട്സ്, പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ. ഫോണിൻ്റെ സ്പീഡ് നമുക്ക് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ് സ്റ്റോറേജ്, ആപ്ലിക്കേഷൻ മാനേജ്മെൻറ്റ്. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കൂടുതലായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. സ്റ്റോറേജ് ഒരിക്കലും നമ്മളുടെ ഫോണിൽ ഫുള്ളാകാൻ പാടില്ല. ഫുള്ളായി കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൻ്റെ പ്രവർത്തനത്തെ അത് നന്നായിട്ട് ബാധിക്കും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഓക്കെ ഫ്രണ്ട്സ്.